ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്. ഇത് നമ്മുടെ പഴയ കാലം തൊട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു പലഹാരമാണ്. ഇത് അപൂർവമാണ്, കാണാൻ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ആ കേക്ക് എങ്ങനെ ഉണ്ടാക്കാം, അതിനെന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് നമുക്കൊന്ന് നോക്കാം. മൈദ 1/2 കിലോ, ഉപ്പ് ആവശ്യത്തിന്, കുറച്ച് സോഡാപ്പൊടി, നെയ്യ്, ഏലക്കാപ്പൊടി, മുട്ട 3 എണ്ണം, പഞ്ചസാര പൊടിച്ചത് 300 ഗ്രാം, വെള്ളം ആവശ്യത്തിന്, ഓയിൽ വറക്കാൻ. അപ്പോൾ നമുക്കിത് ഈ കൂട്ട് എങ്ങനെയാണെന്ന് ആദ്യമായിട്ട് നമുക്കൊന്ന് നോക്കാം. മുട്ട 3 മുട്ടയാണത്. ഈ 3 മുട്ട നമുക്ക് ഇതിലേക്ക് ചേർക്കാം. മുട്ടയുടെ ആ വെള്ള ഈ മുട്ടയുടെ ഈ നനവിൽ തന്നെ നമുക്ക് ഈ പൊടി കംപ്ലീറ്റും കുഴിച്ചെടുക്കണം. ഇത് 300 ഗ്രാം പഞ്ചസാര പൊടിച്ചതാണ്. അപ്പോൾ ഈ 300 ഗ്രാം പഞ്ചസാര ഇതിൻ്റെ മധുരത്തിൻ്റെ അളവനുസരിച്ച് നമുക്ക് ഇതിനകത്ത് ചേർക്കാം. ഒരു 250 ഗ്രാം പഞ്ചസാര ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഏലക്ക പൊടിച്ചതാണ്. ഇത് നമുക്കൊരു 1/2 സ്പൂൺ ഇതിനകത്തേക്ക് ഇടാം. ഒരല്പം ഉപ്പ്, 1 സ്പൂണ് സോഡാപ്പൊടി, ഒരല്പം നെയ്യ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മുട്ട, പഞ്ചസാര, സോഡാപ്പൊടി, നെയ്യ്, ഏലക്കപ്പൊടി, ഇത്രയും സാധനം ഇതിനകത്ത് നമ്മൾ ഇട്ടിരിക്കുകയാണ്. ഇനി ഇത് ശരിക്കൊന്ന് നമുക്കൊന്ന് കൂട്ടിയിടുക. അപ്പോൾ നമ്മുടെ മുട്ട, പഞ്ചസാര, നെയ്യ്, ഏലക്കപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി നന്നായി മിക്സായിട്ടുണ്ട്. ഇനി നമുക്കൊരു സാധാരണ ഇതിനകത്താണ് ഫുഡ് കളറാണ് ചേർക്കാറ്, കളർ കിട്ടാൻ വേണ്ടിയിട്ട് കളറ് ചേർക്കാറ്. പക്ഷേ നമ്മൾ ഇതിനകത്ത് കളറ് ചേർക്കുന്നില്ല, അല്പം മഞ്ഞപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതിന് കളർ കിട്ടാൻ വേണ്ടി ഒരു കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് മിക്സ് ആകാൻ കാരണം നമ്മൾ പഞ്ചസാര പൊടിച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പൊടിച്ചത് കൊണ്ട് പെട്ടെന്ന് ശരിയാവും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഒരുമിച്ചിടരുത്. നമ്മളിപ്പോൾ ഇതിനകത്ത് ആവശ്യമായ മൈദ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചില മുട്ടയ്ക്ക് വെള്ളം കൂടുതലുണ്ടാവും, ചില മുട്ടയ്ക്ക് കുറവുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമ്മളിത് കൈ കൊണ്ട് തന്നെ കുഴിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പൊടിയുടെ അളവറിഞ്ഞിട്ട് നമുക്കിത് കൈ കൊണ്ട് തന്നെ കുഴിച്ച് ശരിയാക്കിയെടുക്കാം. നമ്മളിതിനകത്ത് വെള്ളം, ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാതെ അതിനകത്ത് കുഴിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് മൈദ കൂടി നമുക്ക് ചേർക്കാം. ഇത് 1/2 കിലോ മൈദയാണ്. 1/2 കിലോ മൈദ കംപ്ലീറ്റ് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുക. കുഴിച്ച് പരത്തി ഇത് വെട്ടിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഇത് നമുക്ക് താഴെയിട്ട് ഒന്ന് കുഴക്കാൻ നോക്കാം. ഒരല്പം നെയ്യ് നമുക്കിവിടെ തൂക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ കൂട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് പൊടി ഇട്ട് പരത്താൻ നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ സ്റ്റൗവിൻ്റെ തീ കൊടുത്ത് പാത്രം വയ്ക്കുക. അപ്പോൾ നമ്മളിത് വെട്ടുന്ന സമയത്ത് എണ്ണ ചൂടായിക്കോളും. ഇത് മുങ്ങിക്കിടന്ന് വേവാൻ കണക്കാക്കിയുള്ള എണ്ണ ഇതിനകത്ത് ഒഴിക്കണം. ഇനി നമുക്കതിനകത്ത് കുറച്ച് പൊടി ഇട്ടിട്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് പൊടി ഇടാം. അത് ഷേപ്പാക്കിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് കുപ്പിക്കൊന്ന് ലെവൽ ചെയ്യുക. കറക്റ്റായിട്ട് ലെവൽ ചെയ്തെടുക്കുക.
ഓക്കെ. അപ്പോൾ ഇത്രയും കനത്തിന് നമുക്കത് ഇട്ടെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുക. ഒരു പീസ് കട്ട് ചെയ്ത് അടുത്തതും അതേ അളവിന് നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ അതേ അളവിന് എല്ലാ പീസും കട്ട് ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ ഇത്രയും കോണായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഓരോന്നോരോന്ന് ഇതിങ്ങനെ കട്ട് ചെയ്ത് വേസ്റ്റ് ഇതിലേക്ക് മാറ്റാം. അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് നമുക്കിത് ക്രോസ് കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്ത് ഇത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് എന്നിട്ട് ഇതിലേക്ക് ഇടാം. അതേപോലെ എല്ലാ പീസും ഇതേപോലെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടാം. ഏകദേശം ഈ പീസിൻ്റെ പകുതി വരെ കട്ട് ചെയ്യാം. തീ വളരെ കുറച്ചേ പാടുള്ളൂ. ഇത്രയും തീ പാടുള്ളൂ. തീ അധികമായി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ കളറും മാറിപ്പോവും, കരിഞ്ഞു പോവും. അപ്പം നമുക്കിത് ചെറുതായിട്ടൊന്ന് നിറച്ചിട്ട് വെക്കാം. അല്പം തീ കൂട്ടി കൊടുക്കാം. തീ തീരെ കുറയുകയാണെങ്കിൽ അത് അല്പം കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു ലെവലിൽ തീ കിട്ടിയില്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് തീ കുറച്ചത്. ഇതിങ്ങനെ വിട്ട് വരും. ഇങ്ങനെ വിണ്ട് ഇങ്ങനെ വന്നുകൊണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ആ ആകൃതിയൊക്കെ മാറി ശരിക്ക് വിടർന്ന് പൊങ്ങി നമ്മുടെ കേക്ക് റെഡിയായിരിക്കുകയാണ്.